ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നമസ്കാരം. ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്ന ഭാഗം ആരണ്യ കാണ്ഡമാണ്. ബാലികേ ശുഗകുലമൗലിമാലികേ ഗുണശാലിനീ ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനീരദനിഭൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരജദളലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യ നിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ല ഒരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാല ശീതാംശുമൗലി ഭഗവാൻ പരാപരൻ പ്രാലേയാചല മകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമൻ അദ്വയൻ ഏകൻ അവ്യയൻ അഭിരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണിടിനാൻ ഒരു ദിനം. സീതാന്വേഷണം. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമെയ്തു കൊന്നു വേഗേന നടകൊണ്ടാൻ ആശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി നാലഞ്ചു ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ
വരവീശ ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൽക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞില്ലല്ലോ പരമാർത്ഥം. ഇക്കാലമിവനെയും വഞ്ചിക്കുന്നതേവരു രക്ഷോനായകൻ കൊണ്ടുപോയതും മായാസീത. ലക്ഷ്മീ ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ കണ്ണി തന്നെ തിരഞ്ഞാശുപോയി ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടി രാവണൻ തന്നെ കൊന്നാൾ. അഗ്നിമണ്ഡലെ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്ക്. വൈകാതെ പിന്നെ അക്ഷയധർമ്മമോടും രാജ്യത്തെ വഴിപോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിധം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകുമെന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തൻ അപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടും. ഇല്ല സംശയമേതും. ആകയാൽ അവനെയും വഞ്ചിച്ചു ദുഃഖിച്ചു ഞാൻ. പ്രാകൃത പുരുഷനെപ്പോലെ നഗതാരിൽ നിർമ്മിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്ക് ആരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ. രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ. കണ്ടകജാതികൾക്ക് എന്തോന്നരുതാത്തതോർത്താൽ അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗൽഗദാക്ഷരം മുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൽ തൻ വിലാപങ്ങൾ കേട്ട് മുക്തഗാത്രിയും തവ നാദമെന്നുറക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കെന്ന് എന്നോടരുൾ ചെയ്തു.
നാഥൻ മമ ഭ്രാതാവിനുണ്ടായി വരാ. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം. കാക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നേൻ. എന്നതു കേട്ടു പിന്നെയും മുര ചെയ്താൾ എന്നോട് പലതരം. ഇന്ന് അവയെല്ലാം ഇപ്പോൾ നിൻ തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു. ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിൻ തിരുമലരടി വന്നിപ്പാൻ വിടകൊണ്ടേ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ. ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോക്ഷൻ എത്രയോമെന്നു നീ അറിയുന്നതില്ലേ. രാക്ഷസാ പരിശകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ച് ഉടജാന്തർഭാഗത്തിങ്കൽ ചെന്ന് എങ്ങുമേ നോക്കിക്കാണാഞ്ഞ് ആകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലപിച്ച. നിഷ്കളൻ ആത്മാരാമൻ നിർഗുണൻ ആത്മാനന്ദൻ. ദുഃഖഭാവവും കൈക്കൊണ്ട് എത്രയും വിലപിച്ചാൻ. നിഷ്കളൻ ആത്മാരാമൻ നിർഗുണൻ ആത്മാനന്ദൻ. ഹാ ഹാ വല്ലഭേ സീതേ. ഹാ ഹാ മൈഥിലീനാഥേ. ഹാ ഹാ ജാനകീ ദേവി. ഹാ ഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ. നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്ന് അത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു. വനജേഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ട്. മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ട്. പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. യുദ്ധം ഓരോന്നേ പറഞ്ഞ് എത്രയും ദുഃഖം പൂണ്ട് സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദിക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ ഏകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ
ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായയാ മനുഷ്യ ഭാവേന ദുഃഖിച്ചിടിനാൻ. കാര്യമാനുഷ്യൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല അജ്ഞാനമില്ലായയാൽ. തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല അജ്ഞാനം ഇല്ലായകയാൽ. നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ആരണ്യകാന്ഡമാണ് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജടായുഗതിയാണ് പാരായണം ചെയ്യുന്നത്. ശ്രീരാമദേവൻ ഏവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണ് ആകുലം അടവിയിൽ. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലം അടവിയിൽ. ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നത് എത്രയും നടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായോരു രഥം കാണടോ കുമാര നീ. തന്നുങ്കി തന്നെയൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ. കൊന്ന ആരോ ഭക്ഷിച്ച ആരോ ശ്രീരാമനേവൻ പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാനൻ കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ. കൊല്ലുവൻ ഇവനെ ഞാൻ, വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശും തന്നീടേണം. അതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായോരു ദാസൻ. മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ട് ആകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു
മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ. ഞാനുമപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിൻ തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിയായികയെന്ന് ഇന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കണം എന്നെ കൃപയാ കൃപാനിധേ. തൃക്കഴലിണ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. തൃക്കഴലിണ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാൻ. അവനുടൻ ദുഃഖാശ്രു പ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം നീയെല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാൻ എന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ. നല്ലതു വരുമതിനായി അനുഗ്രഹിക്കണം. രാമ രാമ നിൻ തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റീടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽ കൃപാപാത്രമാകയാലകം. പുണ്യപൂരുഷാം പുരുഷോത്തമാം ദയാനിധേ നിൻ തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരൻ പരാനന്ദാത്മാ പരമാത്മാ മായാമാനുഷരൂപി സന്തതം അന്തർഭാഗേ വസിച്ചിടുക വേണം. നിൻ തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവുമറ്റ് മുക്തനായേ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയായോരടിയനെ ബന്ധുകൾ സമതൃക്കരതലം തന്നാൽ ബന്ധുവത്സലാം മന്ദം തൊട്ടരുളേണമെന്നാൽ നിൻ തിരുമലരടിയോടു ചേർന്നിടാമല്ലോ. ഇന്ദിരാപതി അതു കേട്ടുടൻ തലോടിനൻ മന്ദമന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും
മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യവരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രൻ്റെ ഉത്തമാംഗത്തെ എടുത്ത് ഉത്സംഗസീമനി ചേർത്തിട്ട് ഉത്തരകാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ. കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണമഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണൻ അതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു, പിന്നെ സ്നാനവും കഴിച്ചു, ഉദകക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു, മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു, ജലാദികളും നൽകിനാൻ. നല്ലൊരു ഗതി അവനു ഉണ്ടാവാൻ പിത്രർത്ഥമായി. നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രാർത്ഥമായി. പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ അതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കാമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസുരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശങ്കാരികഥാ പത്മമകുട പീതാംബരാദ്യങ്കിതരൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൾ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധ ഗാത്രത്തോടും ഉയരെ കൂപ്പിത്തൊഴുത് ഉന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. അഗണ്യഗുണമാദ്യമവ്യയം അപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. മഹിത കടാക്ഷ വിഷേപിതാമരശുജം രഹിതാവതി സുഖമേന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവനകമനീയരൂപമീഠിതം ശതരവിഭാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിതനിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവ കാനനദവദഹന നാമധേയം
ഭവ പങ്കജ ഭവമുഖ ദൈവതം ദേവം ധനുജപതി കോടി സഹസ്ര വിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം ഭവനാഹരം ഭഗവത് സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗര തരണാഗ്രിപോദകം നിത്യം ഭവനാശായ നിശം പ്രണതോസ്മ്യഹം രാമം ഗിരീശ ഗിരിസുധാഹൃദയാംബുജാവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയധനുജേന്ദ്രസേവിതപാദം സുരവമണിനിഭം പ്രണതോസ്മ്യഹം രാമം പരദാരാർത്ഥപരിവർജിതമനീക്ഷിണാം പരപുരുഷഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദരവികസിതവക്ത്രാംഭോരുഹം സ്മൃതിഗോചരമസിതാംബുധകലേബരം സിതപങ്കജചാരു നയനം രഘുവരം ക്ഷിതി നന്ദിനീവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗഹസ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനം അദ്വയം അവ്യയം ഏകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥശതകോടി സുന്ദരകളേബരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മ കർമാധാരമപ്യനാധരം നിർമ്മലം ധർമ്മ കർമാധാരമപ്യനാധാരം നിർമ്മമം ആത്മാരാമം പ്രണതോസ്മ്യഹം രാമം പ്രണതോസ്മ്യഹം രാമം പ്രണതോസ്മ്യഹം രാമം ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോട് അരുളി ചെയ്തു മധുരമായി അസ്തു തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ പരം ഈ സ്തോത്രം എഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവനു വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെപ്പോലെ പരായണനായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടോരു
പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചുപോയി. ബ്രഹ്മ പൂജിതമായ പദവും പ്രാപിച്ചുതേ. നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ, നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടും കൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണാകയാൽ സന്നധൈര്യേണ വനമാർഗേ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ. വക്ഷസി വദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളും ഇല്ല, എന്തൊരു സത്വമേതം. ലക്ഷ്മണ കണ്ടായോ നീ, കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ല, എത്രയും ചിത്രം ചിത്രം. വക്ഷസി വക്ത്രം കാലും തലയുമില്ല താനും. രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാരനാം കൽപ്പിതം ദാതാവിനാൽ എന്തെന്നാൽ അതും വരും. രാഘവനേവം പറഞ്ഞിടിനോരനന്തരം ആകുലമകന്നൊരു ലക്ഷ്മണൻ ഉര ചെയ്താൻ. പോരും വ്യാകുലഭാവം എന്തിനി വിചാരിപ്പാൻ, ഓരോരോ കരം ഛേദിക്കണം നാം ഇരുവരും. തക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ. ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം. രക്ഷോവീരനും അതിവിസ്മയം പൂണ്ട് രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുമുണ്ടായില്ല ഇതിൻ കീഴിൽ. അത്ഭുതകാരന്മാരാം നിങ്ങളിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാനും. ഘോര കാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണം എന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചിരിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥനാമയോധ്യാധിപതി ജ്യേഷ്ഠനന്ദനൻ അഹം രാമനെന്നല്ലോ നാമം. സോദരൻ ഇവൻ മമ ലക്ഷ്മണൻ എന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായൊരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിനതു നേരം. അതിമായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഗത്തൊടും. പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ
പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരടോ വികൃതരൂപം ധരിച്ചോരു ഭവാൻ നേരോടെ പറയുന്നു രാഘവൻ ചോദിച്ചപ്പോൾ. സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാൻ കബന്ധനും. നിൻ തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനകം. നിൻ തിരുവടി തന്നെ മുന്നിലാമാറു കാണായി വന്നൊരു നിമിത്തമായി. ദിവ്യനായിരിപ്പോരു ഗന്ധർവനകം രൂപയൗവന ദർപ്പിതനായി സഞ്ചരിച്ചിടും കാലം. സുന്ദരീ ജനമനോധൈര്യവും ഹരിച്ച് അതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചിതു. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോകന്നാൻ. തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹവും നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു. നിൻ ബാഹുക്കൾ അറുക്കുന്നാൾ വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. താപസ ശാപം കൊണ്ടു രാക്ഷസനായോരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെ പാഞ്ഞടുത്തേനതിരുഷാ ശതകോടിയാൽ തലയറുത്തു ശതമഖൻ. വജ്രമേറ്റിട്ടും മമ വന്നീല മരണം. വജ്രമേറ്റിട്ടും മമ വന്നീല മരണം. അബ്ജസംഭവൻ മമ തന്നോരു വരത്തിനാൽ. വധ്യനല്ലായക മൂലം വൃത്തിക്കു മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മമൊരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ത വൃത്തിക്കു ശക്രാജ്ഞയാ. സത്വസഞ്ചയം മമ ഹസ്ത മധ്യസ്ഥമായാൽ വക്ത്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും. ഉത്തമോത്തമാ രഘുനായകാദയാനിധേ വന്യം ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗവും ഒക്കവേ ചൊല്ലിടുവൻ. മേദിനി കുഴിച്ച് അതിൽ ഇന്ധനങ്ങളുമിട്ട് വീതിഹോത്രനെ ജ്വലിപ്പിച്ചിതു സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങ് ഉത്ഥിതനായി കാണായി ദിവ്യവിഗ്രഹത്തോടും മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ അന്നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദവിവശനായി കോൽമയിർ കൊണ്ടു ഗൽഗദാക്ഷരപാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. നിൻ തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതല്ലെന്നാകിലും നിൻ തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തതം അന്ധത്വം കൊണ്ട് എന്തൊരു മഹാമോഹം. അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനി തെളിഞ്ഞുണർന്നു വസിക്കണം.
അന്ധകാരങ്ങൾ അകന്ന് ആനന്ദമുദിക്കണം. ബന്ധവും മറ്റു മോക്ഷപ്രാപ്തിയും അരുളണം. അവ്യക്തം അതിസൂക്ഷ്മമായോരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേകമന്യൽ സകലം ദൃശ്യം ജഡം. ദുർഗ്രാഹ്യമനാത്മമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസ വ്യതിരിക്തം. മങ്ങിടാതോരും പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതു ജീവൻ. ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മം എന്നത് നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യം നിർവിഷയാഖ്യേ ലോകം അജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം. ഹൈരണ്യമതു വിരാട് പുരുഷൻ അതിസ്ഥൂലം. ഭാവനാ വിഷയമായൊന്നതു യോഗീന്ദ്രാണം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാം മഹത്തത്വാദ്യാവൃത സ്ഥൂലദേഹം ബ്രഹ്മാണ്ഡകോശേ വിരാൽ പുരുഷേ കാണാകുന്നു. സന്മയമെന്ന പോലെ ലോകങ്ങൾ 14. തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തൻ്റെ അംഗങ്ങളല്ലോ 14 ലോകവും നൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥാത്തെ ഗുൽഭം രസാതലവും തലാതലം. ചാരു ജാനുക്കളല്ലോ സുതലം രഘുപതേ. ഊരു കാണ്ഡങ്ങൾ തവ വിതലം അതലവും. ജഹനം മഹീതലം നാഭിതേ നഭസ്ഥലം. രഘുനാഥോരസ്ഥലമായതു സുരലോകം. കണ്ഠദേശം തേ മഹർലോകമെന്ന് അറിയണം. തുണ്ടമായതു ജനലോകമെന്നതു നൂനം. ശംഖദേശം തേ തപോലോകമിങ്ങതിന്മീതേ. പങ്കജയോനിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമാ ജഗൽപ്രഭോ. സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും. ശക്രാദിലോക പാലന്മാരെല്ലാം ഭുജങ്ങൾ തേ. ദിക്കുകൾ കർണങ്ങളും അശ്വകൾ നാസികയും. വക്രമായതുവന്നി നേത്രം ആദിത്യൻ തന്നെ. ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധി വാക്പതിയല്ലോ. കോപകാരണം അഹങ്കാരമായതു രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ. നക്ഷത്ര പങ്ക്തിയെല്ലാം ദ്വിജ പങ്ക്തികളല്ലോ. ഹാസമായതു മോഹകാരിണി മഹാമായ. വാസനാ സൃഷ്ടി സവാഭാഗമോക്ഷണമല്ലോ.
ഹാസമായതു മോഹകാരിണി മഹാമായ വാസന സൃഷ്ടിസ്തവാപാംഗമോ ക്ഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുഷിദേശങ്ങളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ. സപ്ത മാരുതന്മാരും നിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥ്വീതരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേരോമങ്ങളാകുന്നതും ത്രക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവരേതസെന്നറിയണം. പുഷ്ടമാം മഹീപദേ കേവല ജ്ഞാനശക്തി സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലേ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാ മുക്തി. നിൻ തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു സന്തതമേ രൂപം ചിന്തിച്ചു വണങ്ങുന്നേ. ഇക്കാലമിതിൽ കാളും മുഖ്യമായിരിപ്പോ നിധി കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസവേഷം ധരാവല്ലഭം ശാന്തകാരം ചാപേഷുകരം ജടാവൽക്കല വിഭൂഷണം കാനനേ വിജ്വന്നന്തം ജാനകീം സലക്ഷണം. കാനനേ വിചിന്യന്തം ജാനകീം സലക്ഷണം. മാനവശ്രേഷ്ഠ മനോജ്ഞം മനോഭവസമം മാനസം വസിപ്പതിനാലയം ചിന്തിക്കുന്നൻ ഭാനുവംശോത്ഭൂതനാം ഭഗവൻ നമോ നമഃ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ ശർവൻ അവ്യയൻ പരമേശ്വരിയോടും കൂടി നിൻ തിരുവടിയെയും ധ്യാനിച്ചുകൊണ്ടും കാശ്യാം സന്തതമിരുന്നരുളിയിടുന്നു മുക്ത്യർത്ഥമായി. തത്രൈവ മുമുഷുക്കളായുള്ള ജനങ്ങൾക്ക് തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം രാമരാമേതി കനിഞ്ഞു ഉപദേശവും നൽകി സോമനാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവു പരബ്രഹ്മം നിൻ തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ. മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു? മൂടിപ്പോകയാൽ മായാമോഹാന്ധകാരേ. രാമഭദ്രായ പരമാത്മനേ നമോ നമഃ. രാമചന്ദ്രായ ജഗത്സാക്ഷിണേ നമോ നമഃ. പാഹി മാം ജഗന്നാഥ പരമാനന്ദരൂപ. പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധേ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായിക അംബുജ വിലോചന. സന്തതം നമസ്കാരം സന്തതം നമസ്കാരം. ഇത്തം അർത്ഥിച്ചു ഭക്തിയാ സ്തുതിച്ചു ഗന്ധർവനോടും ഉത്തമ പുരുഷനാം
ദേവൻ അരുൾ ചെയ്തു. സന്തുഷ്ടനായേൻ തവ സ്തുത്യാം നിശ്ചലഭക്ത്യാ ഗന്ധർവശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും സ്ഥാനം മേ സനാതനം യോഗീന്ദ്രഗമ്യം പരമാനന്ദം പ്രാപിക്ക നീമൽ പ്രസാദത്താൽ യടും അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ. ഈ സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടും, ഇല്ല സംശയമേതും. ഭക്തനാം നിനക്ക് അധപതനം ഇനി വരാ. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടും ഗന്ധർവ ശ്രേഷ്ഠൻ മംഗലം വരുവാനായി തൊഴുതു ചൊല്ലിനാൻ. മുമ്പിലാമാറു കാണാം മതംഗാശ്രമം, തത്ര സമ്പ്രതി വസിക്കുന്നു ശബരി തപസ്വിനി. തൊൽ പാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി എപ്പോഴും ഭവാനെയും ധ്യാനിച്ച് വിമുക്തയായി അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ. അവനീസുത തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ. ശബര്യാശ്രമ പ്രവേശം. ഗന്ധർവരേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദബന്ധം പോയി ചെന്നു ചാരുത ചേർന്ന് ശബര്യാശ്രമമകം ബുക്കാർ. സംഭ്രമത്തോടും പ്രത്യുദ്ധായ താപസി ഭക്തിയാം സംവദിച്ചിതും പാദാംബോരുഹയുഗത്തിങ്കൾ. സന്തോഷ പൂർണ്ണാശ്രുനേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ടു പാദ്യാഖ്യാസനാദികളാലെ പൂജിച്ചു തൽ പാദതീർത്ഥാഭിഷേകവും ചെയ്തു. ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൽ പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നിതു രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാഴവൾ, ധന്യയായി വന്നേനകം ഇന്നും പുണ്യാതിരേക. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ച് അനേകായിരത്താണ്ടുവാണാർ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ച അവர்களுം എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ
പരമാത്മാവെന്ന് അവതരിച്ചിതു. രാക്ഷസവധാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടുമിവിടേക്കു രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ടു. ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കും എന്നു നൂനം. വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിൻ തിരുവടിയുടെ വരവും പാർത്തു പാർത്ത് നിൻ തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നില്ലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാൻ ഇതിനൊട്ടു അധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനുമിങ്ങ് ഉൽക്കമലത്തിൽ അറിയപ്പോക ദയാനിധേ. രാഘവൻ അതു കേട്ടു ശബരിയോടു ചൊന്നാൻ, ആകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനി. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതു തോന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസ യാഗാദ്യഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടു കിട്ടുകയില്ല എന്നെ. മൽ ഭക്തി ഒഴിഞ്ഞ് ഒന്നുകൊണ്ടൊരു നാളും ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവൻ. ഉത്തമേ കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുക്തി സാധനമല്ലോ സജ്ജന സംഘം, പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം, മൂന്നാമതും മൽഗുണേരണം, പിന്നെ മദ്വജോ വ്യാഖ്യാതൃത്വം, മൽക്കലാജാതാചാര്യോപാസനമഞ്ചാമത്തും, പുണ്യശീലത്വം യമനിയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതും, മന്ത്രോപാസകത്വം ഏഴാമതും, എട്ടാമതും മംഗലശീലേൻ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകയും സർവദാമൽ ഭക്തന്മാരിൽ പാരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറക്കയും മഹത്തത്വ വിചാരം കേൾ ഒമ്പതാമതു ഭദ്രേ. ചിത്തശുദ്ധിക്കു മൂലം ആദിസാധനം നൂനം,
ഉക്തമായത് ഭക്തി സാധനം നവവിധം ഉത്തമേ. ഭക്തി നിത്യമാർക്കുള്ളു വിചാരിച്ചാൽ തിരയോ നിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുപസിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനി മർത്യന് ഉത്തമ തപോധനേ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭഗവതാടേ ഭഗവത് പ്രിയേ മുനിപ്രിയേ, ഭക്തി ഉണ്ടാക കൊണ്ടു കാണാൻ വന്നിതു തവ. മുക്തിയും അടുത്തിതു നിനക്കു തപോധനെ. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയണം. കേനവാനീത സീതാ മൽപ്രിയാ മനോഹരി. രാഘവവാക്യമേവം കേട്ടോരു ശബരിയും ആകുലം അകലുമാർ ആദരാൽ ഉര ചെയ്താൽ. ആകുലമകലുമാർ ആദരാൽ ഉര ചെയ്താൽ. സർവവും അറിഞ്ഞിരിക്കുന്ന നിൻ തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി. ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയതു ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശാ തണ്ടലർ മകളെ ഞാൻ. മുന്നിലാമാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽപുരോഭാഗെ പശ്യ പർവതവരം ഋഷ്യമൂകാഖ്യം. തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ 4 മന്ത്രികളോടും കൂടെ. മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ച് സങ്കേതമായ അനുദിനം ബാലിക്ക് മുനിശാപം പേടിച്ചു ചെന്നുകൂടാ. പാലനം ചെയ്യുക ഭവാൻ അവനെ വഴി പോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോട്. എന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽപാദ പങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാൻ അത്രൈവമേ. തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്തം മുക്ത്വാ ദേഹത്യാഗവും ചെയ്തു. മുക്തിയും സിദ്ധിച്ചിതും ശബരിക്കതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കിൽ ഇന്നവർക്കെന്നില്ല എത്തിയിടും മുക്തി. നീചജാതികൾക്കെന്നാകിലും പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ. ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നും ഇല്ലെന്നു ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊൽക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചു തൻ ഗുരുനാഥോപദേശ. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊൽക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും
ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക, രാമരാമേതി ജപിച്ചിടുക, രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. ഇത്തം ഈശ്വരൻ പരമേശ്വരിയോടും രാമഭദ്രവൃത്താന്തം അരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്ങൾ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈകിളി പൈതത്താനും പരമാനന്ദം പൂണ്ട് ശങ്കര 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 ജയിച്ചരുളെന്ന് ഇരുന്ന് അരുളിനാൽ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയം ശ്രീരാമ മമ ഹൃദി രമതാം. രാമ 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 ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. ആരണ്യകാണ്ഡം സമാപ്തം. ആരണ്യകാണ്ഡം സമാപ്തം.